ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള ചീസി ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഇവിടെ 200 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായി പാൻ അടുപ്പത്ത് വെച്ച ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പകുതിയോളം ഫ്രൈ ആയ ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ഇതിലേക്ക് ചേർത്ത് 1 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. സവാളയൊക്കെ നന്നായി വഴഞ്ഞു വന്ന ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം ഇഞ്ചിയും 6ഓളം വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാഴ്സ്ലേ ലീവ്സും കൊറിയാൻഡർ ലീവ്സും ഇതിലേക്ക് ചേർക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായി യോജിച്ച് വന്ന ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന യെല്ലോ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും ചേർക്കാം. ഇതെല്ലാം ഒരു 2 മിനിറ്റോളം കുക്ക് ചെയ്യേണ്ടതുണ്ട്. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. സോയാ സോസിൽ ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും അവസാനം ഉപ്പ് ചേർത്താൽ മതിയാകും. ഇതെല്ലാം യോജിപ്പിച്ച ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ടൊമാറ്റോ സോസിനോടൊപ്പം അല്പം വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കണേ. ഇതെല്ലാം 1 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്താൽ നമ്മളുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഈ ഫില്ലിംഗ് വെച്ച് നമുക്ക് 8ഓളം ചീസി ചിക്കൻ ബൺ തയ്യാറാക്കാവുന്നതാണ്. മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഒഴിച്ച് ഓരോ ബണ്ണിനെയും നെടുകെ കീറി 2 സൈഡും ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ബണ്ണും ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ചീസി ചിക്കൻ ബൺ തയ്യാറാക്കാനുള്ള ഒരു ഓവൻ സെറ്റപ്പാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു വലിയ ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരു സ്റ്റീൽ റിങ് വെച്ച് മുകളിലായി സ്റ്റീൽ പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ച ശേഷം ഓരോ ബണ്ണുകളും നിരത്തി വെച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കൂടി ചേർത്ത് മുകളിലായി ആവശ്യത്തിന് ചീസും ക്രഷ്ഡ് ചില്ലിയും ഇട്ടുകൊടുത്ത് 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായ ചീസി ചിക്കൻ ബൺ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊരുപോലെ ഇഷ്ടമാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള നല്ല രുചികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.